ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 7-ാം തീയതിയാണ്. ഈ ദിവസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം വളരെ രസകരമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. മോശയുടെ കീഴിലുള്ള ജനത്തെക്കുറിച്ച്, മോശയുടെ നേതൃത്വത്തെക്കുറിച്ചും മോശയുടെ കാലശേഷമുള്ള നേതൃത്വത്തെക്കുറിച്ചും ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ, യഥാ മാതാ തഥാ പുത്രി, അല്ലെങ്കിൽ യഥാ പിതാ തഥാ പുത്ര എന്നത്. അതുപോലെയാണ് യഥാ നേതാ തഥാ ജനം. അതുപോലെ ശരിയാണ്. നേതാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ജനങ്ങൾ. നേതാവ് നല്ലതാണെങ്കിൽ ജനങ്ങൾ നല്ലതാണ്. നേതാവ് ശക്തനാണെങ്കിൽ ജനങ്ങളും ശക്തരാണ്. നേതാവ് നീതിമാനാണെങ്കിൽ ജനങ്ങളും നീതി ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ നേതാവ് പരാജയപ്പെട്ടാൽ ജനങ്ങളും പരാജയപ്പെടും. ധാർമ്മികമായ പരാജയമെങ്കിൽ അവിടെ പരാജയപ്പെടും. സാമ്പത്തിക പരാജയമെങ്കിൽ അവിടെ പരാജയപ്പെടും. ഈ അധ്യായത്തിൽ ഈ സത്യം നമുക്ക് കാണാം. യഥാ നേതാ തഥാ ജനം എന്ന സത്യം നമുക്ക് കാണാം. നേതൃത്വം ശക്തമായിരിക്കുമ്പോൾ അനുയായികളും ശക്തരാകും. നല്ല നേതൃത്വം സജ്ജനത്തെ ഒരുക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം നൽകുന്ന പാഠം അതാണ്. നല്ല നേതൃത്വം നല്ല ജനത്തെ ഒരുക്കുന്നു. മോശ അതിശക്തനും ഭക്തനുമായ ഒരു ജനനേതാവായിരുന്നു. അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ധാർമ്മിക മൂല്യമുള്ളവനായിരുന്നു മോശ. അതുപോലെ തന്നെ മോശയ്ക്കെതിരെ ആരും ഒരിക്കലും ഒരു ധാർമ്മിക ആരോപണം കൊണ്ടുവന്നില്ല. താൻ ആളുകളെ ചൂഷണം ചെയ്തെന്നോ, മർദ്ദിച്ചെന്നോ, സ്ത്രീകളെ സംബന്ധിച്ചുള്ള തെറ്റുകൾ ചെയ്തെന്നോ, ഇങ്ങനെയുള്ള യാതൊരുവിധമായിരിക്കുന്ന ആരോപണങ്ങളും മോശയെക്കുറിച്ച് ഒരിക്കലും കൊണ്ടുവന്നില്ല. താൻ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. നീതി ന്യായവും നടത്തുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ മോശയുടെ കീഴിലുള്ള ജനമാകട്ടെ, അവരെ പലപ്പോഴും കഠിനന്മാരും ദയയില്ലാത്തവരും ദൈവഭയമില്ലാത്തവരും പിറുപിറുപ്പുകാരും ലൈംഗികഭാവത്തിന് പേര് കേട്ടവരുമായിരുന്നു. അപ്പോൾ ചോദിക്കും, അതെന്താ യഥാ നേതാ തഥാ ജനമെന്നല്ലേ? അതിന് കാരണം ഞാൻ പറയാം. ഈ മിസ്രൈമിലെ ഈ ജനം 430 വർഷങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ മോശ അവരുടെ ഇടയിലല്ല ജീവിച്ചത്. ആദ്യത്തെ 40 വർഷങ്ങൾ മോശ കൊട്ടാരത്തിലാണ്. അതിനുശേഷമുള്ള 40 വർഷങ്ങൾ മോശ അവിടെ നിന്ന് ഓടിപ്പോയി മിദ്യാന്യരുടെ ദേശത്താണ് ജീവിച്ചത്. അപ്പം മോശ ഇസ്രായേൽ മക്കളുടെ ജീവിതമല്ല 80 വർഷങ്ങൾ പങ്കുവച്ചത്. 80 വർഷം 80ാമത്തെ വയസ്സിലാണ് പിന്നെ ഇവരുടെ നേതൃത്വം ഏറ്റെടുത്ത് വരുന്നത്. ആ കാലമായപ്പോഴേക്കും മോശയുടെ ധാർമ്മികതയും ഇസ്രായേലിൻ്റെ ധാർമ്മികതയും തമ്മിൽ വലിയൊരു വിടവുണ്ടായിരുന്നു. അവരുടെ മൂല്യങ്ങൾക്ക് തമ്മിൽ വലിയ വിടവുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും മോശയുടെ നല്ല നേതൃത്വം ഒരളവോളം അവരെ സ്വാധീനിക്കുകയും തെറ്റുകളിൽ നിന്നും അവരെ ഒഴിവാക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയുടെ കീഴിലുള്ള ജനമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭയങ്കരന്മാരായിരിക്കുന്ന ആളുകളായിരുന്നു. അവരെ ഈ അടിമത്തത്തിൽ കിടന്ന ആളുകളല്ലേ. മനുഷ്യരെ ഭയങ്കരമായിരിക്കുന്ന അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവരുടെ മാനസിക അവസ്ഥ തന്നെ സൗമ്യതയുടെ അവസ്ഥയല്ല, ഏത് പ്രതികാരത്തിൻ്റേതായിരിക്കുന്നൊരു മനോഭാവമാണ്. അപ്പോൾ ആ നിലയിലാണ് അവർ ജീവിച്ചത്. പക്ഷേ എന്നാൽ ഒരു കാര്യം മോശ അവരെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, തൻ്റെ കാലശേഷം ഇസ്രായേൽ മക്കൾ അവരുടെ തനിനിറം കാട്ടും. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നാണ്. എൻ്റെ കാലശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കും. ഈ നല്ല ശക്തനായിരിക്കുന്ന നേതാവ് ഉണ്ടായിരുന്നപ്പോൾ വഷളം പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. പൂച്ചയില്ലാത്തിടത്ത് എലിയുടെ വിളയാട്ടം എന്ന് പറയില്ലേ. അപ്പോൾ എലിയെ പിടിക്കുന്ന ഒരു പൂച്ചയുണ്ടെങ്കിൽ എലികളൊക്കെ പമ്പി അവിടെ മാളങ്ങളിലൊക്കെ ഒളിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ശക്തനായിരിക്കുന്ന ഒരു നേതാവ് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സമയത്ത് ജനങ്ങൾ അവിടെ തനി സ്വഭാവം കാണിച്ചില്ല. പക്ഷേ മോശ തൻ്റെ അന്ത്യ പ്രസംഗത്തിൽ, അവരുള്ള യാത്രയയപ്പ് പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ കാലശേഷം നിങ്ങൾ നിങ്ങളുടെ തനിനിറം കാണിക്കുമെന്ന് അവർ കാണിച്ചു. എന്നാൽ യോശുവയുടെ കീഴിൽ ജനം വളരെ മര്യാദയായിട്ടാണ് പെരുമാറിയത്. യോശുവയ്ക്കെതിരെ അവർ ഒരിക്കൽ പോലും ശബ്ദം ഉയർത്തിയില്ല. മോശയ്ക്കെതിരെ പല പ്രാവശ്യം ശബ്ദം ഉയർത്തി. മോശയെ കല്ലെറിയുവാനായിട്ട് അവർ കല്ലെടുത്തു. എന്നാൽ യോശുവയെ ഒരു പ്രാവശ്യം പോലും വരുന്നില്ല. പക്ഷേ യോശുവയുടെ കാലം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കളുടെ തനിനിറം നമുക്ക് കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ജനം എന്ന് പറയുന്നതായിരിക്കും ജനം എങ്ങനെയുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും തല്ലിപ്പൊളിയായിരുന്നു ഈ ജനമെന്ന്. എന്നാൽ മോശയുടെ നേതൃത്വത്തിൽ ഈ 6 ലക്ഷം യുവാക്കന്മാർ, 20 വയസ്സിന് മേൽ പ്രായമുള്ള 6 ലക്ഷം ആളുകളെ, എല്ലാം കൂടി 22 ലക്ഷത്തോളം ആളുകളെ എത്ര അച്ചടക്കത്തോടു കൂടിയാണ് മോശ കനാൻ നാട്ടിലേക്ക് അവരെയും കൊണ്ട് വന്നത്. തനിക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ യോശുവ അത് ഏൽപ്പിച്ചു. അപ്പോൾ യോശുവയുടെ കീഴിൽ ജനം വളരെ മര്യാദയായിട്ട് പെരുമാറി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യോശുവ ആദ്യകാലം മുതൽ ജനത്തോടുകൂടെ വളർന്നവനും
മോശയാൽ ശിഷ്യപ്പെടുത്തപ്പെട്ടവനും ആയ ഒരു മനുഷ്യനായിരുന്നു. യോശുവയ്ക്ക് ജനത്തെ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് മോശയുടെ കീഴിലുള്ള ശിഷ്യത്വം യോശുവ ഒരു നല്ല ലീഡറാക്കി തിരഞ്ഞെടുത്തു. മോശ മരിക്കുന്നതിന് മുമ്പ് യോശുവോട് പറഞ്ഞതാണ്, നീ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, ഒരക്ഷരത്തിനൊരു പുള്ളിക്ക് മാറരുതെന്ന് പറഞ്ഞു. ദൈവം അത് പറഞ്ഞു, നീ ന്യായപ്രമാണത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ എൻ്റെ കൽപ്പനകൾ മുഴുവൻ ചെയ്താൽ ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ് യോശുവ എന്ന് പറയുന്നത്. അപ്പോൾ ശക്തമായ നേതൃത്വത്തിൻ്റെ അഭാവം യോശുവയുടെ കാലശേഷം ജനത്തിന് അനുഭവിക്കുവാനിടയായി. മോശയ്ക്ക് ശേഷം നേതൃത്വം ഏറ്റെടുക്കുവാനായിട്ടൊരു യോശുവയെ മോശ തയ്യാറാക്കി. പക്ഷേ യോശുവയ്ക്ക് ശേഷം നേതൃത്വം എടുക്കുവാനായിട്ട് ഒരു നേതാവിനെ തയ്യാറാക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞില്ല. പിന്നെ ദൈവമക്കൾ എന്ന് ചോദിക്കുകയാണ് ദൈവത്തോട്, ഞങ്ങളിൽ ആരാണ് പോകേണ്ടത്, യുദ്ധത്തിന് ആര് പോകണം, ആരാണ് നേതൃത്വം ഏറ്റെടുക്കേണ്ടത് ചോദിക്കേണ്ട ഒരു സ്ഥിതി വന്നു. അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയും. യോശുവ ഒരു നേതാവിന് ശക്തമായിരിക്കുന്ന 1-2 നേതാക്കന്മാരെ ശിഷ്യപ്പെടുത്തി ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോകേണ്ടത്. പക്ഷേ അങ്ങനെ പോയില്ല. പല ശക്തരായ നേതാക്കന്മാർക്കും സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമെന്ത്, അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടും അവരുടെ നേതൃത്വ പാഠവും കൊണ്ടും അവരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നന്നായിട്ട് പോകും. വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ പോകും. യോശുവയുടെ നേതൃത്വത്തിൽ അങ്ങനെയാണ്. വലിയ പ്രശ്നങ്ങൾ കൂടാതെ ഇസ്രായേൽ മക്കൾ യുദ്ധങ്ങളൊക്കെ ജയിച്ചു, സ്ഥലമൊക്കെ വിഭാഗിച്ചു കൊടുത്തു. എന്നാൽ യോശുവ മരിച്ചപ്പോൾ ഇനി ആരെ എന്ന ചോദ്യം അവിടെ ഉന്നയിക്കുകയുണ്ടായി. ഒരു പകര നേതാവിനെ വാർത്തെടുത്തിട്ട് ആ ഉത്തരവാദിത്വം നൽകുവാനായിട്ട് യോശുവയ്ക്ക് കഴിഞ്ഞില്ലായി. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അതോ എന്തുകൊണ്ടാണെന്നറിയില്ല. ഏതായാലും അത് സംഭവിച്ചില്ല. അതുകൊണ്ട് വളരെ വലിയ ദോഷങ്ങൾ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വിട്ട് വഴിതെറ്റാനായിട്ട് തുടങ്ങി. അങ്ങനെ വഴിതെറ്റുമ്പോൾ ദൈവം ശത്രുക്കളെ അയക്കും, ശത്രുരാജ്യങ്ങളെ അയക്കും. ആ രാജ്യങ്ങൾ വന്ന് ഇവരെ മുടിക്കാനായിട്ട് തുടങ്ങും. കുറച്ചു കാലം അവരവരെ ശല്യം ചെയ്ത് കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ കരയും, ദൈവത്തോട് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറയും. അപ്പം ദൈവം രക്ഷകനെ അയച്ചു കൊടുക്കും. ആ രക്ഷകൻ്റെ കാലഘട്ടം 20, 30, 40 വർഷങ്ങളൊക്കെ അവർ സന്തോഷമായിട്ട് പോകും. അയാൾ മരിച്ചു കഴിയുമ്പോൾ പിന്നെയും ഇസ്രായേൽ മക്കൾ പാപം ചെയ്യും. അപ്പോൾ ദൈവം വൈദേശിക ശക്തികളെ കൊണ്ടുവന്ന് ഇവരെ ശിക്ഷിക്കും. അപ്പോൾ അവർ കരയും. ഇങ്ങനെ ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ആവർത്തനം എന്ന് പറയുന്നത് പാപം ചെയ്യുക, ശിക്ഷിക്കപ്പെടുക, കഷ്ടത അനുഭവിക്കുമ്പോൾ കരയുക, ദൈവം ഒരു നേതാവിനെ അയച്ച് രക്ഷിക്കുക, എന്നിട്ട് കുറേ കാലത്തേക്ക് നന്നായിട്ട് കാര്യങ്ങൾ പോകും. അത് കഴിഞ്ഞ് പിന്നെയും ഈ ആവർത്തനം തന്നെ. സിൻ, സഫറിങ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പാപം ചെയ്യുക, ശിക്ഷിക്കപ്പെടുക, അതിനുശേഷം കരയുക, ദൈവം രക്ഷകനെ അയക്കുക. ഇതേ ഒരു ഫോർമുലയാണ് പോകുന്നത്. അത് മോശയ്ക്ക് അറിയാമായിരുന്നു. ഇസ്രായേൽ മക്കൾ അതാണ് ചെയ്യാൻ പോകുന്നത്. മോശ കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ കാലശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്ന്. എന്നാൽ യോശുവ അത് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം മറ്റ് യോശുവ ചെയ്തുമില്ല. അപ്പോൾ ഒരു യോശുവയെ ശിഷ്യപ്പെടുത്തുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. എന്നാൽ വേറൊരു നേതാവിനെ ശിഷ്യപ്പെടുത്തുവാനായിട്ട് യോശുവയ്ക്ക് കഴിഞ്ഞില്ല. അതൊരു പരാജയമായിട്ടാണ്. ഇന്നും ജനത്തിൻ്റെ പരാജയം അങ്ങനെയാണ്. ശക്തന്മാരായ ചില ദൈവദാസന്മാർ ദൈവജനത്തിനിടയിൽ വരുമ്പോൾ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കും. പക്ഷേ ശക്തന്മാരായ ആളുകൾ നീക്കപ്പെടുമ്പോൾ, മരണം വഴിയായി നീക്കപ്പെടുമ്പോൾ വലിയ ക്വസ്റ്റ്യന്മാർക്കാണ്. ഇനി ആര്. കർത്താവിൻ്റെ മരണം എടുത്തതായിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ പോലും ചോദിച്ചു, ഇനി ആരാണ് ഞങ്ങളുടെ നേതാവ്, ഹൂ ഈസ് ദ ബെസ്റ്റ് എന്ന് അവർ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ദാസന്മാരാന്ന് പറഞ്ഞു, നിങ്ങളാരും നേതാവാകാൻ പോകില്ല, നിങ്ങൾ നേതാവാകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ അന്യോന്യം സേവിക്കണം, അന്യോന്യം ശുശ്രൂഷിക്കണം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് ശക്തിയും ബലവും തന്ന് നിങ്ങളെക്കൊണ്ട് ശുശ്രൂഷ ചെയ്യിച്ചോളൂ എന്ന് കർത്താവ് പറഞ്ഞു. അതനുസരിച്ചാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ വ്യക്തമായ നേതൃത്വ ശൈലി കഠിനമായ പരിശീലനത്തിലൂടെയാണ് ലഭിക്കുന്നത്. പരിശീലനം പരാജയപ്പെട്ടാൽ നേതൃത്വം പരാജയപ്പെടും. ഇസ്രായേലിൻ്റെ പരാജയം നേതൃത്വ പരാജയമായിരുന്നു എന്ന് നമുക്ക് കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്? ഇസ്രായേലിൻ്റെ പരാജയം നേതൃത്വ പരാജയമാണ്. അവർക്ക് നല്ല രാജാക്കന്മാരും നല്ല നേതാക്കന്മാരും ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേൽ ജനം വിജയകരമായിരുന്നു. പക്ഷേ അവരുടെ നല്ല രാജാക്കന്മാർ പോയി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം തെറ്റിലേക്ക് പോയി. അങ്ങനെ തന്നെയാണ് പോയത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പരാജയം ഒരു നേതൃത്വ പരാജയമായിരുന്നു. ഇന്നും ദൈവം അനുഭവിക്കുന്ന ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്, നേതൃത്വ പരാജയങ്ങൾ. ഇന്ന് ശക്തന്മാരെന്ന് വിചാരിക്കുന്ന ദൈവദാസന്മാരെക്കുറിച്ച് പോലും ലൈംഗിക അപവാദങ്ങൾ, സാമ്പത്തിക അപവാദങ്ങൾ, അധികാര സംബന്ധമായ അപവാദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ജനം പരാജയപ്പെടുകയാണ്. അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. കർത്താവിൻ്റെ ജനത്തെ പരിപാലിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലൈംഗിക അപവാദങ്ങൾ ഉണ്ടാവുകയെന്നോ, സാമ്പത്തിക അപവാദങ്ങൾ ഉണ്ടാവുകയെന്നോ,
അധികാരസംബന്ധമായിരിക്കുന്ന അപവാദങ്ങൾ ഉണ്ടാവുകയെന്നോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അവർ സൗമ്യതയോടും ദാസ്യ മനോഭാവത്തോടും കൂടെ സ്നേഹത്തോടും കൂടെ ദൈവജനത്തെ സേവിക്കേണ്ടവരും നയിക്കേണ്ടവരുമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പരാജയം എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയ മേഖലകളെ നാം മനസ്സിലാക്കി നാം ഒഴിവാക്കി ജീവിച്ചാൽ ദൈവത്തിൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടും, നാമും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ശ്രദ്ധയോടെ ജീവിക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.